കണ്ണിലെ ചെണ്ടെങ്കിൽ കരിക്കു പൊന്തിയ നേരത്തെ വിളിക്കണ്ടേ നിന്നോടെ ചോട്ടിൽ മുറുക്കി കുത്തിയ ധാരാളം. പക്ഷേ ഞാൻ എന്താണോ ഇങ്ങനെ ആയിപ്പോയത്? താൻ ചിന്തിച്ചിട്ടുണ്ടോ അത്? ഹായ് പ്രിയമുള്ളവരെ, എല്ലാവർക്കും നിഹാസ് ബെല്ലു എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും ഹാർദവമായ സ്വാഗതം. അപ്പം ഇന്ന് ആരെ ട്രോൾ എന്ന് കരുതി ഇങ്ങനെ വിഷമിച്ചിരുന്നപ്പോഴത്തേക്കാണ് എൻ്റെ മുമ്പിൽ ഒരാൾ വന്ന് പെട്ടത്. SY ജേർണി എന്നറിയപ്പെടുന്ന എൻ്റെ നാട്ടുകാരിയും അതുപോലെ തന്നെ യൂട്യൂബിലെ കൂട്ടുകാരിയുമായ ഒരാളെയാണ് ഇന്ന് ഞാൻ ട്രോളാൻ പോകുന്നത്. മാത്രമല്ല പുള്ളിക്കാരിക്ക് ഒന്ന് ട്രോളി കാണണമെന്നൊരാഗ്രഹം. പിന്നെ ഒരാളുടെ ഒരു ആഗ്രഹമല്ലേ, നമ്മൾ സാധിപ്പിച്ചു കൊടുക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ. നമുക്ക് പോയി കണ്ടിട്ട് വരാം. എന്റെ മോൻ പോയി തൂങ്ങിച്ചത്. ഇതിനേക്കാ വലിയൊരു സഹായം അച്ഛന് ചെയ്യാൻ പറ്റില്ല. പിടിച്ചേ. നിന്നെ പെണ്ണ് കാണാൻ ആള് വന്നില്ലേ? നിന്റെ വീട്ടുകാരങ്ങോട്ട് പോയില്ലേ? കല്യാണം നടത്താമെന്ന് നിന്റെ ചേട്ടൻ സമ്മതിച്ചില്ലേ? സമ്മതിച്ചു. ചെറുക്കൻ വന്ന് നിന്നെ കണ്ടില്ലേ? കണ്ടു. നീ ചെറുക്കനെയും കണ്ടില്ലേ? പറഞ്ഞു. കണ്ടു. എന്നിട്ടാണോടി നീ വീണ്ടും എന്നെ കാണാൻ വന്നിരിക്കുന്നത്? ഞാൻ ഇയാളോട് പറഞ്ഞോട്ടെ. പട്ടി നാറി, നിന്റെ അടുത്ത് ഞാൻ എന്തോ ഉണ്ടാക്കാൻ വന്നോ? ഞാൻ നിന്റെ വീട്ടിനകത്ത് വന്നോ? നിന്റെ കുടുംബത്തിൽ കയറി വന്നോ? ഇല്ലല്ലോ. നിന്നെ എന്റെ അടുത്തങ്ങ് കണ്ടോ നിന്റെ ചെവിക്കനം അടിച്ച് ഞാൻ പൊട്ടിച്ചേനെ. കീഴടങ്ങി കൈ പൊക്കാ പിന്നെ വെടിവെക്കരുത്. ഞാനാണ് പറയണത്. അടുത്ത് നാട്ടുകാരുണ്ട്. വെറുതെ സംസാരിച്ച് അടി വാങ്ങിച്ചാൽ നീ കയറി പോകത്ത്. ഇയാളോടല്ലേ പറഞ്ഞത്? വഴി മാറോ. തമിഴനാടാ, മലയാളം മനസ്സിലാവില്ല. ഞാൻ പറയാം. അണ്ണാച്ചി വളിവിട്, വളിവിട്. സോറി അണ്ണാച്ചി, വളികൾ വിടുങ്കോ. വെള്ളിയാഴ്ച ദിവസമായിട്ട് നീ എന്നെ വെല്ലുവിളിക്കുന്നോടി. എടി തച്ചോളി ഉദയനന്റെ കുടുംബമാടി ഞാൻ. വേണ്ടി വന്ന ഞാൻ വാള് വെച്ച് കളയും. കോരിക്കളഞ്ഞ് നിന്റെ ഊപ്പാട് വരും. കണ്ണോടി. കല്യാണം മുടക്കികളായ നാരികളുടെ ശ്രദ്ധയ്ക്ക്. നാട്ടിലെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും കല്യാണം മുടക്കുന്നവർ ശ്രദ്ധിക്കുക. ഹലോ, ഈ ശാലിനിയുടെ വീട് എവിടാ? എന്താ കാര്യം? എന്താ ശാലിനി എന്ന് പറയുന്നവരുടെ വീടങ്ങ് താഴെയായി. എവിടുന്ന് വരുവാ? എവിടെങ്ങും കണ്ടിട്ടില്ലല്ലോ. ഞാൻ ഇത്തിരി ദൂരെന്ന് വരും. എല്ലാം പെട്ടെന്നായിരുന്നേ. എന്നാ പിന്നെ കല്യാണം കൂടി കഴിഞ്ഞിട്ട് മുഹൂർത്തം നോക്കിയാ പോരായിരുന്നു? മതിയായിരുന്നു, വെറുതെ മനുഷ്യന്റെ ഉറക്കം കളഞ്ഞു. മോൻ വന്ന് കണ്ടായിരുന്നു. എന്റെ അടുത്ത് ഒന്നും നോക്കാൻ പറഞ്ഞു. അങ്ങനെ വന്നതാ. മോന് പെണ്ണിനെ ഇഷ്ടമായി. വേണ്ട അമ്മ ഒന്നും പറയണ്ട. ഞാൻ പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. എന്റെ മോളൂടെ പഠിച്ചതാ. എന്റെ മോക്ക് 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചുണ്ട്. ഇപ്പൊ 2ാമത്തെ മോടെ കല്യാണവുമായി. പാടില്ലെന്നാ മഹാലക്ഷ്മിയുടെ മോളാ. 2ാമത്തെ മോടെ കല്യാണം ഇന്നാളായിരുന്നു. ഇതിനെന്തോന്ന് അറിയത്തില്ല, കല്യാണം അങ്ങോട്ട് ഉറക്കുന്നില്ല. എല്ലായിടത്തും വന്ന ആളുകൾ കാണുന്നുണ്ട്. കണിയാരല്ലേ? അതെ. ഞങ്ങളൊന്ന് സമയം നോക്കാൻ വന്നാ. വരിക. നോക്കിക്കോളൂ. ആളെ തിരിച്ചറിഞ്ഞാൽ ആളിന്റെ പ്രായം, ജാതി, രാഷ്ട്രീയം, ഗ്രൂപ്പ് എന്നിവ നോക്കാതെ വീട്ടിൽ കയറി അടിക്കുന്നതാണ്. ഇന്നവിടെ ഉണ്ടായിരിക്കുവോ? പറഞ്ഞായിരുന്നോ വരുമെന്ന്? ഇല്ല, പറഞ്ഞൊന്നുമില്ല. ഇനിയിപ്പോ ഉണ്ടോ ഇല്ലയോന്നൊന്നും അറിയത്തില്ല. ഒരു വകതിരിവില്ലാത്ത മലയാളി. അതാ സന്ധ്യക്ക്. ഇന്ന് ഞായറാഴ്ചയല്ലേ? ഞായറാഴ്ച ആയാലും ആ കൊച്ചു സന്ധ്യ കഴിഞ്ഞിട്ടൊക്കെ അവിടെ കാണത്തുള്ളൂ. ഇങ്ങനെ ഓരോരുത്തരെയൊക്കെ കൊണ്ടുവന്ന് ആക്കിയിട്ട് പോകുന്നതാണ്. അപ്പൊ അങ്ങനെയാണ് സംഗതികളുടെ കിടപ്പ്. ഇവിടെ താഴെ ഇറക്കം വേണ്ട, അങ്ങോട്ട് പോകത്തില്ല കേട്ടോ. എല്ലാവരും ഇവിടെ കൊണ്ടുവന്ന വണ്ടി ഒതുക്കുന്നു. പിന്നെ എന്തോ കൂടിയ ജോലിയാന്നൊക്കെയാ പറയുന്നത്, നമുക്കറിയത്തില്ല. അമ്മച്ചി, അമ്മച്ചി, അമ്മച്ചി. സ്വഭാവമൊക്കെ നല്ല സ്വഭാവമാ. കാണാനൊക്കെ നല്ല പെങ്കൊച്ച. നമ്മൾക്കൊക്കെ നല്ല പെരുമാറ്റവും നല്ല സ്നേഹമാ കൊച്ച്. ഫസ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്ലാസ്. മോൻ വന്ന് കണ്ടായിരുന്നല്ലയോ? ആ, മോൻ വന്ന് കണ്ട്. മോൻ ഇഷ്ടപ്പെട്ടല്ലേ? മോൻ ഇഷ്ടപ്പെട്ടു. കാണാനൊക്കെ നല്ലതാ, സുന്ദരിയാന്നൊക്കെ പറഞ്ഞു. സുന്ദരിയാ. വെറുതെ അല്ലോട് തന്നെ പരദൂഷണം വറിയതെന്ന് വിളിക്കുന്നത് ആരെങ്കിലും? കാണാൻ സുന്ദരിയാ, നല്ല കൊച്ച. അല്ല, ഇവിടെ മേളിലെ അന്വേഷിച്ചപ്പം എല്ലാവരും പറയുന്നു. ചിലര് നല്ല അഭിപ്രായം പറയുന്നു. അമ്പഴങ്ങ പോയാൽ ആന പോയെന്ന് പറയുന്നവരാ നമ്മുടെ നാട്ടുകാര്. ചിലര് പറയുന്നു നോക്കിയും കണ്ടും എനിക്കും ചെയ്യണം. അതേ പറയാനുള്ളൂ, നോക്കിയും കണ്ടും ചെയ്യണം കേട്ടോ. ഒരു പാവപ്പെട്ട കൊച്ചിന്റെ കാര്യം നടക്കണമെന്നോ? ഞാനിവിടെ ഭയങ്കര ഫേമസ് ആണ്. MG സോളമൻ എന്ന് പറഞ്ഞ കൊച്ചുകുട്ടികളെ ഓടിച്ചിട്ടടിക്കും. അല്ല, കൊച്ചുകുട്ടികളെ അറിയും. നമ്മളും പറയുന്നു. പക്ഷെ നിങ്ങൾ ആലോചിച്ചും കണ്ടും ഒക്കെ ചെയ്യണം.
കേറിയിരിക്കുന്നോ? പിന്നെ ഈ സംസാരത്തിലുള്ള സംസ്കാരം വില കൊടുത്ത കിട്ടില്ല. വാസു ഇവൻ ഞാൻ ഉദ്ദേശിച്ചതിനെക്കാളും തറയാണല്ലേ തത്തറ. അതെ. ഇല്ല ഇല്ല ഇല്ല, ആ ഡ്രൈവറൊക്കെ മേളിലിരിപ്പുണ്ട്. ആയിക്കോട്ടെ. മോനെ, അമ്മ അങ്ങ് വരട്ടെ, നമുക്ക് ആലോചിച്ച് ചെയ്യാം. എന്തിനു പറയുന്നു മോളെ, ഒക്കെ കൂടി ഇവിടുത്തെ സമാധാനം നഷ്ടപ്പെട്ടു. ഇവരൊക്കെ പറയുന്നെങ്കിലും നമുക്കൊന്ന് കേൾക്കണമല്ലോ. എന്നോടാ കളി. അല്ലെങ്കിലും പഠിച്ചിട്ടാണ് ഞാനൊക്കെ നിലയിലായത്. ഏത് നിലയില്? എടി, ഞാൻ രാവിലെ വാങ്ങി തന്ന ഐസ്പോർട്ട് നിന്റെ തൊണ്ടേന്ന് ഇറങ്ങിയ ഇല്ലെങ്കിൽ ഒരു കോരിട്ട് കുത്താനാ നന്ദിയില്ലാത്ത പൂത്താങ്കാളി. എന്തൊക്കെയായിരുന്നു